മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിനുള്ളതാണെന്ന് നേരത്തെ തന്നെ ഒരു ധാരണയില്ലേ? അതിൽ കയറി ഈ ഘടകകക്ഷികൾ എന്തുകൊണ്ട് ഇടപെട്ടത്? ആവശ്യമില്ലാതെ വലിയ അടക്കം ഉള്ളവരെ തന്നെയാണ് പറയുന്നത്. അവർക്ക് എന്നാ കാര്യം ഇത് പറയാൻ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നായരുടെ ഈ പറച്ചില് ഒരു സാധാരണ വിഷം ചീറ്റലൊന്നുമല്ല. BJP-ക്കാരോ സംഘപരിവാറുകാരോ പോലും നോർത്ത് ഇന്ത്യയിൽ പോലും ചെയ്യാത്ത അതിഭീകരമായ വിദ്വേഷ വിഭജന രാഷ്ട്രീയമാണ് ഈ പറയുന്നത്. ഇന്നലെ വൈകിട്ട് വരെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്നതായിരുന്നു പ്രചാരണം. അപ്പൊ ഇയാളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഒരു വിഷം ചീറ്റലും ഇല്ലായിരുന്നു. വൈകിട്ടായപ്പോ മാധ്യമങ്ങൾ സതീശനാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി. വൈകിട്ടായപ്പോ നാളെയെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കൂ എന്ന വാർത്തയും വന്നു. അപ്പൊ മൂപ്പര് ആരുടെയോ കൊട്ടേഷൻ എടുത്ത് ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ സൈഡിലേക്ക് ചീക്കിട്ട് പൗഡറൊക്കെ ഇട്ട് ഇറങ്ങി വന്നിട്ട് എന്തോ ഭയങ്കര അത്യാവശ്യമുള്ള പോലെയാണ് ഈ സംസാരിക്കുന്നതൊക്കെ. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമല്ലേ? അതിൽ ഇന്നാര് വേണം എന്ന് പറയാൻ ഘടകകക്ഷികൾക്ക് ആരെയും ആര് വന്നാലും സ്വീകരിക്കണ്ടേ അതിനകത്ത്? ഓർമ്മയുണ്ടോ, പണ്ട് നമ്മൾ KP ശശികലയെ കുറിച്ച് എപ്പോഴും പറയും, രാജവെമ്പാല വേഷം തീരുമ്പോൾ റീചാർജ് ചെയ്യാൻ വേണ്ടി KP ശശികലയുടെ അടുത്ത് വന്നിട്ടാണ് റീചാർജ് ചെയ്യുന്നതെന്ന്. അതൊക്കെ മാറ്റി പറയേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രാജവെമ്പാലയും അണലിയും ഒക്കെ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും ഒക്കെ അടുത്ത് വന്നിട്ടാണ് റീചാർജ് ചെയ്യുന്നത് വിഷം. ഈ സുകുമാരൻ നായർ രംഗപ്രവേശം ചെയ്ത് വിഷം ചീറ്റിയ സമയം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. VD സതീശനാകും മുഖ്യമന്ത്രി എന്ന വാർത്ത പുറത്തു വരാൻ തുടങ്ങിയപ്പോഴാണ് കുളിച്ചു കുട്ടപ്പനായി രാത്രി തന്നെ ഓടി വന്ന് ഈ വിഷം ചീറ്റിയത്. എന്താ കാര്യം? VD സതീശനാകാൻ എന്തെങ്കിലും ഒരു സാധ്യത 1% ബാക്കിയുണ്ടെങ്കിൽ ഞാൻ സമുദായ നേതാവ് ഇതിനെതിരാണ് കേട്ടോ എന്ന വാർത്ത ഡൽഹിയിൽ എത്തിച്ച് പറ്റുമെങ്കിൽ ഈ VD സതീശന്റെ മുഖ്യമന്ത്രി പദം മുടക്കി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം. ഇത് കഴിഞ്ഞാൽ തങ്ങളുടെ അധീനതയിൽ ഇതെല്ലാം ആകണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ കോൺഗ്രസ്സുകാരിയല്ല, സതീശന്റെ ഫാനേ അല്ല. എനിക്ക് VD സതീശന്റെ ഒരു നിലപാടിനോട് യോജിപ്പില്ല. സുധാകരനെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെ വഴിയാധാരമൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതൊക്കെ സതീശന് കിട്ടാത്ത രാഷ്ട്രീയ നീതിയെക്കുറിച്ചാണ്, ഇവിടെ നടക്കുന്ന അനീതിയെക്കുറിച്ചാണ്. ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി ആരും പറയുന്നില്ല. എല്ലാവരും അധികാരവും പവറും പണവും ഒക്കെയുള്ള KCക്കൊപ്പം നിന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറയാൻ തീരുമാനിച്ച്. നാളെ സതീശൻ മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയില്ലെങ്കിലും സതീശന്റെ വലിയ വിമർശകയായിട്ട് തന്നെയായിരിക്കും ഞാനിവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ എന്നോട് വന്ന് അന്ന് സുനിത പറഞ്ഞ എന്താന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ ഞാനൊരു ക്ലാരിഫിക്കേഷൻ തന്നതാണ്. സംഭവം രസകരമാണ്. സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞത് മുതൽ പ്രതിരോധത്തിലാണ് സതീശൻ ശരിക്കും. പിന്നെ ലീഗിന്റെയും മുസ്ലിങ്ങളുടെയും ഒക്കെ വൻ പിന്തുണ കൂടിയായപ്പോൾ KC വിഭാഗം ഒരു എളുപ്പം കണ്ടു. സതീശനെ വർഗീയവാദികളുടെയും ഭീകരവാദികളുടെയും ഒക്കെ പിന്തുണയുള്ള ആളായി ചിത്രീകരിക്കുക, ജിഹാദിയാക്കുക, സുഡാപ്പിയാക്കുക, എന്നിട്ട് മുഖ്യമന്ത്രിയാകാനുള്ള എന്തെങ്കിലും സാധ്യത സതീശനുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കുക. ഇത് നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയമാണ് കേട്ടോ, കേരളത്തിലെ രാഷ്ട്രീയമേ അല്ല ഇത്. സംഘികൾ രാഹുലിനോട് കളിക്കുന്ന കളിയാണ് KC വേണുഗോപാൽ വിഭാഗം കേരളത്തിൽ സതീശനോട് പ്രയോഗിക്കുന്നത്. ഡൽഹിയിൽ ദീർഘകാലം നിന്നും കണ്ടും കേട്ടും കൊടുത്തും പഠിച്ച KCക്ക് ഈ കളി നല്ല പരിചയമുണ്ട്. അപ്പോഴാണ് ഇന്നലെ വൈകിട്ടായപ്പോൾ സതീശൻ തന്നെ മുഖ്യമന്ത്രി എന്ന വാർത്ത പരക്കുന്നു. സതീശനെ വീണ്ടും ഭീകരവാദികളുടെയും ജിഹാദികളുടെയും പിന്തുണയുള്ള ആളായി ഒന്നുകൂടി ചിത്രീകരിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്നൊരു കോള് ചിലപ്പോൾ സുകുമാരൻ നായർക്ക് പോയിട്ടുണ്ടാകും. കിട്ടിയ പാതി കിട്ടാത്ത പാതി മൂപ്പര് വിഷം ചീറ്റാൻ വേണ്ടി ചാടിയിറങ്ങി. എന്തൊരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇതൊക്കെ. ഇതിനിടയിൽ കൂടി സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ചു പോയി അദാനിയെ കണ്ടു, മംഗലാപുരത്ത് പോയി സ്വർണ്ണക്കൊള്ളയിലെ ആടെ കണ്ടതൊക്കെ ഡൽഹിയിൽ നിന്നും മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി വാർത്തകളായി എത്തുന്നുണ്ട്. സതീശൻ സംഘിയാണെന്നും അവർ പറയുന്നുണ്ട്. ഒരേ സമയം ഒരാളെ സംഘിയും ജിഹാദിയുമാക്കാൻ പറ്റില്ലാത്തത് കൊണ്ടായിരിക്കും ഇപ്പൊ എല്ലാവരും ഈ ജിഹാദി സ്ഥാനത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനമായാൽ സംഘി ചാപ്പയിലേക്ക് സതീശനെ വിടുമായിരിക്കും. ആ ചാർട്ടേഡ് ഫ്ലൈറ്റ് വാർത്തയുടെ കൂടുതൽ വിവരം എനിക്കറിയില്ല. പലരും കമന്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. കിട്ടിയാൽ ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ. പറഞ്ഞു വന്നത്, ത്രില്ലർ സിനിമകളിൽ പോലും കാണാത്ത അതിരസകരമായ രംഗങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താൻ ആരാ ഈ നായർ ശരിക്കും? ഇയാൾക്ക് ഏറ്റവും വിലയില്ലാത്തത് നായന്മാർക്കിടയിലാണ്. ഞാനൊരു നായരാണ്, എനിക്ക് ഇയാളെ പട്ടി വിലയാണ്. ഇയാൾ പറഞ്ഞാൽ ഇയാളുടെ വീട്ടിലെ പട്ടി പോലും വോട്ട് ചെയ്യാൻ പോവില്ല. 10 കൊല്ലം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇയാളുടെ വല്ല വെല്ലുവിളിയോ വിലപേശലോ വിരട്ടലോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? എന്താ അങ്ങനെ വല്ലതും പറഞ്ഞു വന്നാൽ പിണറായി വിജയൻ കണക്കിന് കൊടുക്കുന്നു. നല്ല ഭയമുള്ളത് കൊണ്ട് ഇയാള് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇവിടെ ഒരു വൃത്തിയോടും പറഞ്ഞിട്ടില്ല. 10 വർഷമായി വാ തുറന്ന് വർഗീയത പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇടതിന് അനുകൂലമായ നിലപാടിൽ നിന്ന മനുഷ്യനാണ്. VD സതീശനെ പറ്റുമ്പോഴൊക്കെ പച്ചത്തെറി പറയാൻ പുള്ളി ഒരിക്കലും മറന്നിരുന്നുമില്ല. ഭരണം മാറി, സകല രാജവെമ്പാല അണലി മൂർഖനൊക്കെ ഇറങ്ങി, പച്ചിലപ്പാമ്പ് വരെ ഇറങ്ങി വിഷം ചീറ്റാൻ തുടങ്ങി. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ ശരിക്കും പാടില്ല.
പോയി പണി നോക്കാൻ പറയണം. രാഷ്ട്രീയക്കാർ ഇതിനൊന്നും വഴങ്ങാനേ പാടില്ല, കേരള രാഷ്ട്രീയം മലീമസമാകും. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, എന്നാലും താൻ ആരുവാ ശരിക്കും? UDF ഘടകകക്ഷി വല്ലതുമാണോ? അല്ലല്ലോ. അപ്പൊ മിണ്ടതിരി നായരെ. മുസ്ലിം ലീഗ് UDF ഘടകകക്ഷിയാണ്. മുഖ്യമന്ത്രി UDF മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയല്ല. ലീഗ് അഭിപ്രായം പറയും. അതിലിടപെടാൻ ഈ നായർക്ക് എന്താ കാര്യം? ആരാ ഈ നായര്? എന്താ ഉണ്ടിരുന്ന നായർക്ക് ഒരു വിളി തോന്നി എന്ന് പറഞ്ഞാൽ ഇയാൾ ആരാണ്? ഇനി ഞാൻ നായർക്കൊരു കഥ പറഞ്ഞു തരാം. ഈ കാണുന്നത് VS ജോയ്, തവനൂർ MLA, കേരള നിയമസഭയിൽ എത്തുന്ന ആദ്യ പെന്തക്കോസ്ത് ക്രിസ്ത്യൻ വിശ്വാസിയാണ്. തവനൂർ മണ്ഡലത്തിൽ KT ജലീലിന്റെ 15 വർഷത്തെ കുത്തക അവസാനിപ്പിച്ച് UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച കോൺഗ്രസ് നേതാവാണ് VS ജോയ് എന്ന 40-കാരൻ. തവനൂരിൽ 60% ഹിന്ദുക്കളുണ്ട്. അതിൽ ഇഷ്ടംപോലെ നായന്മാരും കാണും. ബാക്കി 40% മുസ്ലിങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു 2% ക്രിസ്ത്യാനികൾ. ഇതാണ് തവനൂരെ വോട്ടർമാർ. അത് തന്നെ പല പല ക്രിസ്ത്യൻ സഭകൾ ഉള്ളതിൽ ഈ ക്രിസ്ത്യാനികളിൽ തന്നെ ഒരു മൈനോറിറ്റിയാണ് പെന്തക്കോസ്ത് എന്ന് പറയാം. അതിലെ സഭാംഗമാണ് VS ജോയ്. ഈ VS ജോയിയെ തവനൂരിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാമെന്നത് ആരുടെ ആത്മവിശ്വാസമായിരുന്നു? അത് സാദിഖ് അലി തങ്ങളുടെ ആത്മവിശ്വാസമായിരുന്നു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു യോഗത്തിൽ പറഞ്ഞത്, മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി 27 സീറ്റിലല്ല 28 സീറ്റിലാണ് മത്സരിക്കുന്നത്. 28ാമത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അത് തവനൂരിൽ VS ജോയി ആണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ അനുഗ്രഹിച്ച് തവനൂരിലേക്ക് പറഞ്ഞയച്ച് എന്റെ വിജയത്തിന് ആവശ്യം വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയത് പ്രിയപ്പെട്ട തങ്ങളാണ്. ഇതാണ് സത്യം. മുസ്ലിം ലീഗ് അവരുടെ 28ാമത്തെ സ്ഥാനാർത്ഥിയായി കണ്ട് ജയിപ്പിച്ചു കൊണ്ടുവന്ന ആളാണ് VS ജോയ്. സംഘികള് പൊതുവേ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു മുസ്ലിം എപ്പോഴും മറ്റൊരു മുസ്ലിമിനെ മാത്രമേ ആദ്യം പരിഗണിക്കൂ എന്ന്. സംഘികൾ മാത്രമല്ല, സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒക്കെ ഇത് തന്നെയാണ് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല, ഇവര് സംഘികളാണ്, നമ്മൾ മാറ്റി പറയേണ്ട കാര്യമില്ല. രാജ്യം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ ഒരു പൊതുബോധത്തെയാണ് KT ജലീലിനെ പരാജയപ്പെടുത്തി VS ജോയിയെ വിജയിപ്പിച്ചതിലൂടെ തവനൂരിലെ മുസ്ലിം വോട്ടർമാർ വെല്ലുവിളിച്ചത്. ശരിക്ക് സംഘപരിവാറിനോടും ക്രിസംഗികളോടുമുള്ള മുസ്ലിം ലീഗിന്റെ ഒരു മധുര വിളംബരം കൂടിയാണ് VS ജോയിയുടെ വിജയം. ആ മുസ്ലിം ലീഗിനെയാണ് ഈ നായർ, ഈ വർഗീയവാദി വർഗീയ പാർട്ടിയാക്കാൻ വേണ്ടി നോക്കുന്നത്. മുസ്ലിം ലീഗ് മാത്രമല്ല, മറ്റു ഘടകകക്ഷികളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അവരെ എന്താ ആരും മൈക്ക് കെട്ടി പച്ചത്തറി പറയാത്തെ നിങ്ങൾ ആലോചിച്ചോ? ഷിബു ബേബി ജോൺ പറഞ്ഞു നോക്കൂ. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ ഞങ്ങളൊക്കെ ഇതിനുവേണ്ടി കുറെ വെള്ളം കോരിയവരാണ് എന്ന് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. അവർ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളതിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ഇടപെടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഒരു പേരും ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ വേറെ ആർക്കും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിന് മറുപടി പറയുന്നില്ല. ഷിബു ബേബി ജോൺ മാത്രമല്ല, CP ജോൺ, PJ ജോസഫ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ഇവരൊക്കെ ക്രിസ്ത്യാനികളല്ലേ, ഇവരും ഇന്ത്യയിലെ മൈനോറിറ്റി തന്നെയാണല്ലോ. അപ്പൊ ഇവരെ ന്യൂനപക്ഷമായി പരിഗണിച്ച് വേണമെങ്കിൽ 2 വർഗീയതയൊക്കെ മൈക്ക് കെട്ടി പറഞ്ഞൂടെ? നായരെ എന്താ പറയാത്തെ? മുസ്ലിങ്ങളെ മാത്രമേ പച്ചത്തറി പറയാനും വർഗീയത പറയാനും അപരവൽക്കരിക്കാനും രസമുള്ളോ? പെന്തക്കോസ്ത് വിശ്വാസികൾ അവരുടെ ഞായറാഴ്ച സഭായോഗങ്ങളിലെ പ്രസംഗങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ബൈബിൾ വാക്യമുണ്ട്. അത് ഈ സെന്റ് പോൾ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാം അധ്യായത്തിലെ 13ാമത്തെ വാക്യമാണ്. വിശ്വാസികൾക്ക് അറിയാൻ പറ്റും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയാകുന്നു എന്നാണത്. ഇംഗ്ലീഷിൽ I can do all things through Christ who strengthens me എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ തെരഞ്ഞെടുപ്പില് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയ ദാവീദിനെ പോലെ തിളങ്ങാൻ VS ജോയിയെ സഹായിച്ചൊരു ശക്തിയുണ്ട്. അത് യേശുക്രിസ്തു ഒന്നുമല്ല, അത് തവനൂർ മണ്ഡലത്തിലെ ഹിന്ദുമത വിശ്വാസികളും മുസ്ലിങ്ങളുമാണ്. വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ VS ജോയി എന്ന ക്രിസ്ത്യാനിയെ ശക്തനാക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തുചേർന്നു എന്ന് പറയാം. ആ മതേതര മനുഷ്യരെയാക്കിയാണ് ഇപ്പോൾ ഈ നായരിരുന്ന് പച്ചത്തറി പറയുന്നത് മൈക്ക് കിട്ടിയിട്ട്. കൂത്തുപറമ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ദലിത് ഹിന്ദു വനിത ജയന്തി രാജൻ ശക്തമായ പോരാട്ടത്തിന് ഒടുവിൽ തോറ്റത് 1286 വോട്ടിനാണ്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ലീഗ് നിർമ്മിച്ച 51 വീടുകൾ ലഭിച്ചതിൽ എല്ലാ മതക്കാരുമുണ്ട്. നല്ല അന്തസ്സുള്ള വീടുകൾ. അവിടെ ഹിന്ദുക്കൾ പൂജ നടത്തി, പാല് കാച്ചി, മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചു. ഇതൊക്കെയാണ് നടക്കുന്നത്. ഈ കാലത്താണ് ഇത് നടക്കുന്നത്. പ്രതിപക്ഷത്തെ ദേശവിരുദ്ധരായി വിശേഷിപ്പിക്കാൻ നരേന്ദ്രമോദി പറയുന്നത് എന്താ? മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ് വിളിക്കുന്നത്. ആ പ്രയോഗത്തിൽ മുസ്ലിം ലീഗിനെ എടുത്തു പറയുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള നാടാണിത്. ഇവിടെയാണ് VS ജോയിയുടെയും ഫാത്തിമ തഹലിയുടെയും വിജയം നടക്കുന്നത്. ജയന്തി രാജന്റെ ശക്തമായ പോരാട്ടം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ലീഗിന്റെ പക്വമായ രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ലീഗിനുള്ളിൽ നടക്കുന്ന ഒരു വലിയ സാമൂഹിക രാഷ്ട്രീയ ഇൻട്രോസ്പെക്ഷന്റെ ഒരു പ്രതിഫലനങ്ങൾ കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോഴാ ഓരോ നായന്മാര് വിഷവും ചീറ്റി പാമ്പിനെ പോലെ ഇറങ്ങി നടക്കുന്നത്. 10 വർഷം ലീഗ് അധികാരത്തിൽ നിന്നും അകലെയായിരുന്നു. ആ കഴിഞ്ഞ 10 വർഷവും മോദിയാണ് ഇവിടെ ഭരിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയ 10 വർഷങ്ങളാണിത്. മുസ്ലിങ്ങൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും എല്ലാ ന്യൂനപക്ഷങ്ങളും ദളിതരും സ്ത്രീകളും ഒക്കെ ഏറ്റവും മോശം 10 വർഷത്തിലൂടെ കടന്നുപോയി. ഇനി വരാൻ പോകുന്ന 10 വർഷം ഇതിലും കൂടുതൽ മോശപ്പെട്ട അവസ്ഥയായിരിക്കും. മുസ്ലിം ലീഗ്, മാവോയിസ്റ്റ്, കോൺഗ്രസ് എന്ന് പ്രയോഗിക്കുന്ന ഇന്ത്യയിലെ ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ഈ നാട്ടിലെ പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയുന്ന ഒരു കെട്ടകാലമാണിത്. ആ കാലത്ത് മുസ്ലിം ലീഗ് അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി തന്നെയാണ് ഇടപെടുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെയാണ് കോൺഗ്രസിനേക്കാൾ നല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത്. അവർക്ക് മുഖ്യമന്ത്രിയെ സജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവുമുണ്ട്, ധാർമ്മികമായ അവകാശവുമുണ്ട്. നായർ മിണ്ടാതിരിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്, നായരോട് തന്നെയാ. രമേശ് ചെന്നിത്തല മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഇന്ന് സ്വാഭാവികമായി മുഖ്യമന്ത്രി ആവാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരാളാ. രമേശിന്റെ ഈ ചാൻസ് പൂർണ്ണമായും കളഞ്ഞ മഹാന്റെ പേരാണ് സാക്ഷാൽ സുകുമാരൻ നായർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ചെന്നിത്തല KPCC പ്രസിഡന്റുമായിരുന്ന 2013 വർഷം തിരുവനന്തപുരത്ത് നടന്ന NSSന്റെ ചടങ്ങിൽ സുകുമാരൻ നായർ ഒരു അട്ടഹാസം മുഴക്കുക, രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം നൽകണം, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുന്നു. എന്ത് തേങ്ങ. KPCC പ്രസിഡന്റ് ആരായാലും ശരി, ആ KPCC പ്രസിഡന്റിനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ അധികകാലം നിങ്ങൾക്ക് തുടരാൻ ജനം നിങ്ങൾക്ക് അനുമതി നൽകുകയില്ല, പ്രത്യേകിച്ചും ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗം. പട്ടി ഓളിയിടുന്ന വില പോലും നൽകാതെ രാഷ്ട്രീയ നേതൃത്വം തള്ളിക്കളയേണ്ട ഈ അട്ടഹാസത്തെ സത്യത്തില് അന്നത്തെ കോൺഗ്രസ്സുകാർ സീരിയസ് ആയി എടുത്തു. സത്യത്തിൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് അതുവരെ ഒരു മതേതര മുഖം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. രമേശ് ചെന്നിത്തല അപ്പത്തന്നെ താൻ ഒരു സമുദായത്തിന്റെ ആളായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ പ്രസ്താവനയെ തള്ളിക്കളയാൻ ആദ്യം ഒന്ന് ശ്രമിച്ചു. സുകുമാരൻ നായർക്ക് അത് അപമാനമായി, രമേശിനോട് വെറുപ്പായി. എന്നാൽ ഉമ്മൻചാണ്ടി ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി തിരുവഞ്ചൂരിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി രമേശിനെ ആഭ്യന്തരമന്ത്രിയാക്കി. 5-6 മാസം ചെന്നിത്തലയും NSSും പിണങ്ങിയൊക്കെ ഇരുന്നെങ്കിലും പിന്നെ മിണ്ടി കൂട്ടായി. ഈ താക്കോൽ സ്ഥാന സംഭവത്തിന് ശേഷമാണ് രമേശ് ചെന്നിത്തലയുടെ നിലയും വിലയും പോയത്. പിന്നീട് ആളുകൾ നമ്മളിപ്പോ എന്താ പറയാ, കാക്കി ട്രൗസർ മുണ്ടുപൊക്കി നോക്കിയാൽ കാണാൻ എന്നൊക്കെ ആക്ഷേപിക്കാൻ തുടങ്ങി. സംഘപരിവാർ എന്തൊക്കെയോ ആയി. ആഭ്യന്തര മന്ത്രിസ്ഥാനം കഴിഞ്ഞപ്പോ ചെന്നിത്തലയ്ക്ക് ആഗ്രഹം ഉണ്ടായി ഉമ്മൻചാണ്ടിയെ വീഴ്ത്തി മുഖ്യമന്ത്രി ആയാലോ എന്ന്. ബാക്കി നടന്നതൊക്കെ ഇവിടെ ചരിത്രമാണ്. അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ ചെന്നിത്തല അനുഭവിക്കുന്നത്. അങ്ങനെയാണ് ചെന്നിത്തല ഇപ്പോൾ മുഖ്യമന്ത്രി ആവാത്തതും നിലയും വിലയും ഇല്ലാത്ത ആളായതും. അപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ ഒരു കാര്യം ഓർക്കുക, സുകുമാരൻ നായർ 8ന്റെ പണി കൊടുത്ത ചെന്നിത്തല നിങ്ങളുടെ മുന്നിൽ ഒരു സ്മാരകം പോലെ നിൽക്കുന്നുണ്ട്. ഇയാൾ ആരെ സഹായിക്കാൻ പോയാലും ഇതാണ് അവസ്ഥ. എന്താ പട്ടി തൊട്ട കലം എന്നൊക്കെ പറയില്ല, അതുപോലെ ആട്ടി വിടേണ്ടവരെ ആട്ടി വിടണം, അല്ലെങ്കിൽ ചെന്നിത്തലയുടെ ഗതി വരും. അത് പരഗതിയാണ്. ഒരു മടിയും വിചാരിക്കേണ്ട, ആട്ടി വിട്ടോ, അല്ലെങ്കിൽ ഇയാൾ കുരിശായി 5 കൊല്ലവും ആഭ്യന്തര പാർട്ടി കാര്യങ്ങളിൽ മുഴുവൻ ഇടിവെട്ട് ശല്യമാവും. ആട്ടിവിട്ടോ കോൺഗ്രസേ, ആട്ടിവിട്ടോ. കഷ്ടം. ഒരു കാര്യം കൂടി പറയണ്ടേ, ഇതൊക്കെ നമ്മൾ ലീഗിനെ കുറിച്ച് പറയുമ്പോഴും തവനൂരിൽ KT ജലീലിനെ തോൽപ്പിച്ചിട്ട് ഒരാടിനെ അറുത്ത് അതിന്റെ തലയുമായി ലീഗുകാർ കാട്ടിക്കൂട്ടിയ പ്രാകൃതമായ തോന്നിയാസങ്ങൾ പടച്ചോൻ പോലും പൊറുക്കാത്ത പ്രവൃത്തിയാണ്. നിങ്ങൾ ശരിക്കും പടച്ചോനിലും പരലോകത്തിലും ഒക്കെ വിശ്വസിക്കാത്ത ആളുകളാണോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരില്ലേ? ഇല്ലേ? എന്തൊരു തോന്യാസമായിരുന്നു ആ ആട്ടിൻ തല കൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടിയ ആ വിജയാഹ്ലാദ പ്രകടനങ്ങൾ. നേതൃത്വം തന്നെ ഇതിൻ്റെ പേരിൽ മാപ്പ് പറയണമെന്നാണ് എൻ്റെ ആവശ്യവും ആഗ്രഹവും. അപ്പോൾ ആര് മുഖ്യമന്ത്രി ആയാലും പുതിയ മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ. ഇന്ന് മുഖ്യമന്ത്രി ഉണ്ടാവുമല്ലോ. ഭരണം നല്ലതാകട്ടെ. ചീത്തയാണെങ്കിൽ വിമർശിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ തന്നെ കാണും.